നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 694 694. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഇവിടെ ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 694 പറയേണ്ടത്. 192 സർഗത്തിൽ 19 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. അന്നു കണ്ടുള്ളരൻ ബാലകൃഷ്ണനല്ല ഇന്ന് മാധവൻ രാജാതിരാജനായേറെ പുകൾ പുണ്ട മഹാപ്രഭു. ഇത് ആരുടെ ആത്മകഥ? കുചേല ബ്രാഹ്മണൻ്റെ ആത്മകഥയാണ്. സാന്ദീപിനി ആശ്രമത്തിൽ ബാലാവസ്ഥയിൽ ഞങ്ങൾ സതീർത്ഥന്മാരായിരുന്നു. ഇന്ന് അദ്ദേഹം ആരാ? അദ്ദേഹം പറയണ്ടേ, രാജാതിരാജനായ ഏറെ പുകൾ പുണ്ട മഹാപ്രഭു. എല്ലാം കൊണ്ടും വീരശൂര പരാക്രമങ്ങളെ കൊണ്ട് ദേവന്മാരുടെയും അസുരന്മാരുടെയും മനുഷ്യന്മാരുടെയും ഹൃദയപത്മത്തിൽ സകലകലാവല്ലഭനായിട്ട് വിരാജിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാൻ എന്തൊക്കെ ചെയ്യണു, അല്ലെങ്കിൽ ഇദ്ദേഹം ഇനി എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് 20 ശ്ലോകം കൊണ്ട് പറയണം. ആവിധം വിലസുന്നുണ്ടാം ദ്വാരകാരാജധാനിയിൽ കണ്ടാലെന്നെ മറന്നേടില്ലൊരു കാലവും അച്യുതൻ. എന്നെ മറക്കാൻ സാഹചര്യമില്ല എന്നാണ്. ആ ഒരു ഉറപ്പാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. ഈശ്വരൻ എന്നെ മറക്കില്ല. അതിനനുസരിച്ച് നമ്മൾ സത്കർമ്മനിരതന്മാരായിട്ടിരുന്നാൽ മതി. ആവിധം വിലസുന്നുണ്ടാം ദ്വാരകാരാജധാനിയിൽ കണ്ടാലെന്നെ മറന്നേടില്ലൊരു കാലവും അച്യുതൻ. സാമാന്യർ പോലെയല്ല എൻ്റെ സരസീരുഹലോചനൻ. സാധാരണക്കാരനല്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? എല്ലാവിധ വിശേഷ ഗുണങ്ങളുള്ള ആളാണ്. ആരെയും തിരസ്കരിക്കില്ല. സാമാന്യർ പോലെയല്ല എൻ്റെ സരസീരുഹലോചനൻ. സൗന്ദര്യവും വിനയവും ബുദ്ധിയും വാഗ്വിലാസവും കാരുണ്യവും കഴിവും ഇന്ന് ആർക്കുണ്ട് ഇങ്ങനെ മന്നിതിൽ. സർവജ്ഞൻ സർവവ്യാപി എന്ന് പറഞ്ഞ പോലെ എല്ലാം തികഞ്ഞവനാ. അപ്പോൾ എല്ലാം തികഞ്ഞ ഒരാൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും. ആർക്കെങ്കിലും ആരെയെങ്കിലും ഒഴിവാക്കേണ്ട സാഹചര്യം വരുന്നു എന്ന് കണ്ടാൽ മനസ്സിലാക്കാം ആ വ്യക്തിക്ക് ജീവിത പരിചയമില്ല എന്ന്. അങ്ങനെയാണ്. അതുകൊണ്ട് കാരുണ്യവും കഴിവും ഇന്നാർക്കുണ്ടിങ്ങനെ മന്നിതിൽ ഏതാണ്ട് അതേ വിധം തന്നെ ചൊല്ലിടാം ബലരാമനും. അപ്പോൾ പിന്നെ അനിയനുണ്ടല്ലോ, ഏട്ടനുണ്ടല്ലോ, ബലരാമനും അതേപോലെ തന്നെയാണ്. ഗുരുദേവനു രണ്ടാളും എത്രയും കണ്ണിലുണ്ണികൾ. ബലരാമനും ശ്രീകൃഷ്ണനും ഒരേ സമയത്താണ്, ഒരേ കാലയളവിലാണ്, ഒരേ കാലം മാത്രമാണ് സാന്ദീപിനി ആശ്രമത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ സാന്ദീപിനി മഹർഷിയെ സംബന്ധിച്ചിടത്തോളം ബലരാമനും ശ്രീകൃഷ്ണനും 2 കണ്ണുകളെ പോലെ പ്രാധാന്യമുള്ളവരാണെന്ന് പറയുന്നു. അക്കാലത്തുള്ളവായുള്ളൊരാനന്ദം അത് അവർണ്യമാം. ഈ 64 ദിവസം സാന്ദീപിനി ആശ്രമത്തിൽ ലോക ഗുരുനാഥന്മാരായിരിക്കുന്ന ബലരാമസ്വാമിയും ശ്രീകൃഷ്ണനും അവരുടെ ഒപ്പമുള്ള വിദ്യാർത്ഥി എന്നുള്ള നിലയിലുള്ള കാലം ഏറ്റവും ശ്രേയസ്കരമാണെന്നാണ് പറഞ്ഞത്. അക്കാലത്തുള്ളവായുള്ളൊരാനന്ദം അത് അവർണ്യമാം. വർണ്ണിക്കാൻ പറ്റില്ല. അവരോടൊരുമിച്ച് അന്നാൾ അവിടം വാഴുക കാരണം. അവരോടൊന്നിച്ച് ആ കാലയളവിൽ അവിടെ വാഴുക കാരണം. അല്ലേ? എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട് അവരുടെ യോഗ്യതയെ പറ്റി എന്ന് കുചേലൻ അഭിമാനം കൊള്ളുക ചെയ്യുന്നത്.
അപ്പോൾ അക്കാലത്തുളവായുള്ളൊരാനന്ദം അത് അവർണ്യമാം അവരോടൊരുമിച്ച് അന്നാൾ അവിടം വാഴുക. കാരണം ഞാനും മഹാഭാഗ്യവാനാണ്, അതിനില്ലൊരു സംശയം. എൻ്റെ എന്താ പറയുക, വിശിഷ്യ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഇവർ രണ്ടുപേരോടും കൂടി ചെലവഴിച്ചിട്ടുള്ള ദിവസങ്ങൾ ആണ് ഏറ്റവും അമൂല്യമായിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഞാനും മഹാഭാഗ്യവാനാണതിനുള്ളൊരു സംശയം. ജീവിതത്തിങ്കൽ മറ്റൊന്നും ഇനി ചെയ്തില്ല എങ്കിലും ഈ 64 ദിവസത്തെ ജീവിതം മതി ആയുസ് മുഴുവൻ സന്തുഷ്ടഹൃദയന്മാരായി പരമാനന്ദം അനുഭവിക്കാനുള്ള വിഭവങ്ങൾ അവർ രണ്ടുപേരും സദാസമയത്തും തന്നിട്ടുണ്ടെന്നാണ്. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ? നമ്മുടെ ജീവിതകാലത്തിൽ അനുഭവിച്ച സാരവത്തായ പ്ലസ് പോയിൻറ്റ്സ് എന്തൊക്കെയുണ്ട് അതൊക്കെ ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിരാകരിക്കുക. നെഗറ്റിവിറ്റീനെ മനസ്സിനെ പിടിച്ച് കുലുക്കാൻ സമ്മതിക്കാതെ കണ്ടിരിക്കുക. ഇതാണ് ആർട്ട് ഓഫ് ലിവിങ്. അല്ലാണ്ട് നിങ്ങൾ എങ്ങനെ ശ്വാസം വിടണം എന്നുള്ളതല്ല. ഐ ആം സോറി, എങ്ങനെ ശ്വാസം വിടണമെന്നല്ല. വികാരവിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടാണ്ട് വിചാരശീലന്മാരായിട്ട് നമ്മൾക്ക് എങ്ങനെ ജീവിത സന്ധാരണം ചെയ്യാം, അതായിരിക്കണം പഠിപ്പ്. ഭാഗവതത്തിൽ പറയുന്ന ഓരോ അനുശാസനങ്ങളും നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ സാധിക്കണം. അതിനേക്കാൾ ശ്രേഷ്ഠത വേറൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവിതത്തിങ്കൽ മറ്റൊന്നും ഇനി ചെയ്തയില്ല എങ്കിലും അന്നത്തെ സഹവാസത്തിനും സൗവർണരശ്മികൾ. അന്നത്തെ ജീവിതത്തിൻ്റെ സുവർണരശ്മികളുടെ പ്രഭ എൻ്റെ മനസ്സിൽ എന്നും കെടാതെ കണ്ട് ഞാൻ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ദിവ്യപ്രകാശം ഒന്നെന്നും വീശിടുന്നു ഉടനീളവും. അതാണ് ശരി. ദിവ്യപ്രകാശം ഒന്ന് എന്നും വീശിടുന്നു ഉടനീളവും. കണ്ണോക്കിയരുളി ചെയ്താനൊരു നാളംബുജേക്ഷണൻ. എൻ്റെ കണ്ണിലേക്ക് നോക്കി ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു. അതാണ് കണ്ണിലേക്ക് നോക്കി പറയുക. എന്താ? ശരീരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അംഗം കണ്ണാണ്. കണ്ണില്ലെങ്കിൽ വളരെയധികം പരിതപിക്കേണ്ടി വരും. പക്ഷേ ഭഗവാൻ അങ്ങനത്തെക്കൊരു മനക്കണ്ണ് കൊടുക്കും. അതാണ് അവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരാവാൻ. അന്ധന്മാർ പൊതുവെ അന്ധത അനുഭവിക്കുന്ന പൊതുവെ അവർക്കൊരു സിക്സ്ത് സെൻസ് ഉണ്ട്. കയ്യോ കാലം ഇല്ലാത്തവർക്കില്ല അത്. അപ്പോൾ ഞാനെന്തത്ര ധൈര്യമായിട്ട് പറഞ്ഞത്, എൻ്റെ മൂത്ത സഹോദരിക്ക് കണ്ണ് കാണില്ല, പക്ഷേ ഷീസ് ബെറ്റർ ദാൻ അസ് ഇൻ ആൾ റെസ്പെക്റ്റ്. ഭക്തിമാർഗത്തിലാണെങ്കിലും ശരി, തിങ്കിങ് പ്രോസസ്സിലാണെങ്കിലും ശരി, പാട്ട് പാടുന്നതിലാണെങ്കിലും ശരി, ന്യൂസ് കേൾക്കുന്നതിലാണെങ്കിലും ശരി. അപ്പോൾ കണ്ണോക്കി അരുളി ചെയ്താനൊരു നാളംബുജേക്ഷണൻ. സുധാമാവൊരു കാലത്തിൽ ഓർത്തുകൊള്ളുക മന്നിതിൽ. സുധാമാവേ, അങ്ങ് ഞാൻ ഒരു കാര്യം പറയാം, അത് ദിവസേന ആലോചിച്ചോളൂന്നാ. സുധാമാവ് ഒരു കാലത്തിൽ ഓർത്തുകൊള്ളുക മന്നിതിൽ. ഭക്താവതംസമായി തന്നെ മിന്നും സംശയമില്ലിതിൽ. എന്താ പറഞ്ഞത്? അങ്ങ് ഭക്തന്മാരിൽ ഹംസമായി മിന്നും. സുധാമാവേ, അങ്ങ് ഈ ലോകം പ്രകീർത്തിക്കുന്ന ഒരു ഭക്തശിരോമണിയായിട്ട് മിന്നും അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാ. ഇതിനെയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. ഭക്താവതംസമായി തന്നെ മിന്നും സംശയമില്ലിതിൽ. ഹരേ കൃഷ്ണ. എന്നാലും ഭക്തിഭാവത്തിൽ എത്രയോ ചോട്ടിലാണു ഞാൻ. അപ്പോൾ കുചേലൻ പറയാണ്, അദ്ദേഹം എന്നെ ഭക്തോക്തമന്മാരിൽ ഹംസമായിട്ട്, ഭക്തോക്തഹംസം ആയിട്ട് വിശേഷിപ്പിച്ചു. പക്ഷെ ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല, ഞാനൊരു സാധാരണക്കാരനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വിനയം. ഒരു വ്യക്തിയുടെ വിനയമാണ് ആ വ്യക്തിയെ ആകാശം മുട്ടുമാർ വളർത്തുന്നത് സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ. ഐ ആം സോ പ്രൗഡ് ടു ഫീൽ ദിസ് കണ്ടൻസ് ഇൻ മൈ ലൈഫ്.
ആര് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. പലവരും പലതും പറഞ്ഞ് നമ്മളെ ഇക്കിളിപ്പെടുത്താൻ നോക്കും. അതിലൊന്നും കുലുങ്ങാതെ കണ്ടിരിക്കുക. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്നാലും ഭക്തിഭാവത്തിൽ എത്രയോ ചോട്ടിലാണു ഞാൻ, ചോദിക്കണം അതിൻ മൂലം മറന്നിടരുതിന്നിനി. എനിക്ക് ഇതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ ഭഗവാനോട് ചോദിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞു ഞാൻ ഭക്തോത്തഹംസമാവെന്ന്. ഞാനിപ്പോഴും സാധാരണക്കാരനാണ്. എന്താണ് അതിന് കാരണം? അതിന് കാരണം അടുത്ത നിമിഷത്തിൽ ദേവേന്ദ്രൻ്റെ ലോകം പോലെ അതിനേക്കാൾ ഉയരത്തിൽ ആവാൻ പോവാണ്. ഭക്തശിരോമണികളൊക്കെ കുചേലൻ്റെ ഗതിയെ എന്താണെന്നാ പറയുക, പാലാട്ടും. അതൊരു തമിഴ് വാക്കാണ്, പാലാട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? അപ്രീഷിയേറ്റ് ചെയ്യുന്നർത്ഥം. അപ്പോൾ പറഞ്ഞു, ദ്വാരകാപുരം മൂർത്തിയിൽ എത്രയോ വലുതായി വരും. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്, ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ദ്വാരകാപുരം മൂർത്തിയിൽ എത്രയോ വലുതായി വരും, പാറാവും മറ്റും ഒട്ടേറെ നിൽക്കുന്നുണ്ടാം പലയിടവും. അങ്ങനെ കയറി ചെല്ലാനൊന്നും പറ്റില്ല, സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ഉണ്ടാവും, റോന്ത് ചുറ്റണവരുണ്ടാവും. ഞാൻ എൻ മഹാപ്രഭുവിനെ ചെന്നു കാണേണ്ടതെങ്ങനെ? എൻ്റെ മഹാപ്രഭുവിനെ ഞാൻ എങ്ങനെ ചെന്ന് കാണും? എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. ചില കോഡ് ഓഫ് കണ്ടക്റ്റ് വല്ലതും ഉണ്ടോ? ഡ്രസ് കോഡ് ഉണ്ടാവുമോ? ഇങ്ങനെ പലതും അദ്ദേഹം ചിന്തിക്കുകയാണ്. ഈ വണ്ണം ഓർത്തുകൊണ്ട് അന്ന് ആ മഹാഭാഗവതോത്തമൻ അദ്ദേഹം പറയുന്നു ഞാൻ സാധാരണക്കാരനാണെന്ന്. വ്യാസർ പറയണു അദ്ദേഹം ഭാഗവതോത്തമനാണെന്ന്. അതന്നെയാണ് കൃഷ്ണനും പറഞ്ഞത്. കൃഷ്ണൻ പറഞ്ഞതിലും വ്യാസൻ പറഞ്ഞത് രണ്ടാളും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? കുചേലൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സാധാരണക്കാരനാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളെ പൂജിക്കേണ്ടതെന്നും നിങ്ങൾ ചോദിക്കരുത്. അല്ലെങ്കിൽ ഒരു ഭാവം അങ്ങനെ ഉണ്ടാവരുത്. അദ്ദേഹം ഭക്തോത്തമനാണ്, ഭക്തശിരോമണിയാണ്. മനസ്സിലായില്ലേ? ഈ വണ്ണം ഓർത്തുകൊണ്ടെന്ന മഹാഭാഗവതോത്തമൻ ദ്വാരകാ നഗരത്തിൻ്റെ മുമ്പിൽ ചെന്നെത്തി. പുണ്യവാൻ ആഴിയോ തരണം ചെയ്തതറിഞ്ഞില്ല മഹാശയൻ. എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത് എന്നുള്ള ഓർമ്മയില്ല. കാരണം എന്താ, ഏത് വഴിയിൽ കൂടെയൊക്കെ നടന്നത് എന്നും കുചേലിന് ഓർമ്മയില്ല. കാരണം എന്താ, നാരായണ 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 ഇങ്ങനെ ജപിച്ചും കൊണ്ടാണ് പോണത്. അത് കാരണം മനസ്സ് ഭഗവാന്റെ തിരുപാദ പത്മത്തിൽ മാത്രം, ശ്രീകൃഷ്ണൻ്റെ രൂപം തൻ്റെ ഹൃദയപത്മത്തിലും. പിന്നെ എങ്ങനെയാ വഴികളറിയാം? എത്തിപ്പെട്ടു അവിടെ എന്നുള്ളൊരു സത്യം മാത്രമാണ്. കഴിഞ്ഞു മൂന്ന് പട്ടാളത്താവളും അങ്ങിനെ. ഓരോരോ വഴിക്ക് ഓരോ പട്ടാള ക്യാമ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്, സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ. കഴിഞ്ഞു അറിഞ്ഞില്ല മഹാശയൻ, കഴിഞ്ഞു 3 പട്ടാളത്താവളവും അങ്ങിനെ. കണ്ടോർ കൈ കൂപ്പി തൊഴുതാതിരത്തോടും. ഞാൻ ഇന്ന ആളാണെന്ന് അവരോട് പറഞ്ഞിട്ടില്ല, അവർ എന്നെ കണ്ടപ്പോൾ തൊഴുകയോടുകൂടി നിൽക്കണമെന്നാണ്. അതാരുടെ കാരിസ്മ? എന്താ കാരിസ്മ എന്ന് പറഞ്ഞാൽ അത്ഭുത പ്രതിഭാസം ഭഗവാന്റെയാണത്. ഇദ്ദേഹത്തിനെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തലയുടെ 4 പേരും ഒരു ഓറ, അതായത് ഒരു മഞ്ഞ ഡിസ്ക് പോലെ എന്നൊക്കെ പറയും, ഒരു തേജോപുഞ്ചം. ആരും നോക്കിയാലൊന്ന് നോക്കിപ്പോവും. അത്രയും വലിയ ഒരു ശുദ്ധ മനസ്ഥിതിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുകൂടി ചുക്കിച്ചുളിഞ്ഞ മുഖമാണെങ്കിലും പ്രസന്നവദനായിക്കൊണ്ട് അങ്ങനെയൊക്കെ വേണം പറയാൻ. അപ്പോൾ കണ്ടോറുകൾ കൈകൾ കൂപ്പി തൊഴുതാദരത്തോടും വണങ്ങി നിന്നിടുകയാം മഹാബ്രാഹ്മണവര്യനെ. ആരാ മഹാബ്രാഹ്മണവര്യൻ? കുചേലൻ. കുചേലൻ പറഞ്ഞു ഐ ആം ഫ്രം സോ ആൻഡ് സോ. നോ,
കാണുന്നവർക്ക് മനസ്സിലാവാണ് ഇയാളൊരു മഹാ തേജസ്വിയാണ്. ആരാ എന്താന്ന് ചോദിക്കാൻ നാവ് പൊന്തില്ല. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് മഹാബ്രാഹ്മണൻ, ശ്രേഷ്ഠൻ, ശ്രീകൃഷ്ണനാൽ കാല് കഴുകപ്പെടുന്നവൻ എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിൽ പറയാതെ കണ്ട് തോന്നുന്നൊരു വൈകാരികതയാണ്. ആത്മീയ വൈകാരികതയാവാം, ലൗകിക വൈകാരികത പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. വികാരം ആധ്യാത്മികത്തിലാവാം. വണങ്ങി നിന്നിടുകയാ മഹാബ്രാഹ്മണ വര്യനെ, അസംഖ്യം മണിസൗധങ്ങൾ അത്ഭുതങ്ങൾ നിരക്കവേ, ഉയർന്നുയർന്നു മേഘങ്ങൾ ഉരുമ്മിക്കൊണ്ടു നിൽക്കയാം. ഓരോ സൗധങ്ങൾ വളരെ ഉച്ചിയിൽ മേഘങ്ങൾ ഉരുമ്മി നിൽക്കണമെന്നാണ് പറഞ്ഞത്. സർവം മറന്നുകൊണ്ട്, അതാണ് പറഞ്ഞത്, സർവം മറന്നുകൊണ്ട് നാരായണ 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 എന്ന് മനസ്സിൽ വിചാരിച്ച പിന്നെ വഴി താണ്ടണമെന്ന് അറിയില്ല. എന്നെപ്പോലെ ജീവിത വഴി ഞാൻ താണ്ടി. എനിക്കിപ്പോൾ 72 വയസ്സായി. എങ്ങനെയാണ് ഒരു 67 വയസ്സ് കാലം ഞാൻ താണ്ടിയതെന്ന് വെച്ചാൽ മഹാ അത്ഭുതങ്ങളാണ്. കാരണം എന്താ? രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ. വേറെ ഒന്നും ആലോചിക്കാനുള്ള സമയമില്ല. എന്നാൽ ഭഗവാൻ ചടുലതയോടുകൂടി എൻ്റെ എല്ലാ കാര്യങ്ങളും നിർവിഘ്നം ഒരു വിഘ്നവും ഇല്ലാണ്ട് നടത്തി തരുന്നുണ്ട്. പിന്നെന്താ വേണ്ടത്? അപ്പോൾ സർവം മറന്നുകൊണ്ടമ്പാർന്നവിടം നിന്നൊരു തിരി ഓർത്താൻ കുചേലൻ ഉൾപ്പൂവിൽ മഹാഭക്ത ശിരോമണി. നടത്തം ഒന്ന് സ്ലോ ആക്കിയിട്ട് ഒരു നിമിഷം നിന്നു അദ്ദേഹം. എന്നിട്ട് ഉള്ളിൽ ഓർത്തു. എന്താ ഉള്ളിൽ ഓർത്തത്? സർവേശ്വരനു വാണിടാൻ യോഗ്യമായ മഹാസ്ഥലം. ഞാൻ ഇതേപോലെയുള്ള പട്ടണങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായി, എൻ്റെ സർവേശ്വരനായിരിക്കുന്ന മഹാപ്രഭുവായിരിക്കുന്ന ശ്രീകൃഷ്ണന് താമസിക്കാൻ പറ്റിയ സ്ഥലം. ആരാത് നിർമ്മിച്ചത്? അയാൾക്കൊരു നമസ്കാരം. അങ്ങനെയുണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു ശില്പം കണ്ടാൽ ശില്പീനെ നമസ്കരിക്കണം. അയാൾ ബ്രാഹ്മണനാണോ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട, അല്ലല്ലോ ഇതൊന്നും ആലോചിക്കേണ്ട. കേവനാണ് അദ്ദേഹം, ശില്പി. സർവേശ്വരനു വാണിടാൻ യോഗ്യമായ മഹാസ്ഥലം, കൃഷ്ണൻ്റെ ഗൃഹമേതെന്നു ചോദിക്കേ ചൊല്ലിനാൻ ഒരാൾ. അല്ല, ശ്രീകൃഷ്ണൻ വസിക്കുന്ന സ്ഥലം ഏതാ? ആഹാ, അതിൻ്റെ മുമ്പിലപ്പം അങ്ങ് നിൽക്കണമെന്നാ. അതൊന്നും ചൊൽകവയ്യ ആർക്കും അമ്മട്ടാണംബുജേക്ഷണൻ. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഭാഗ്യയോഗ്യന്മാതിരിക്കും 16,008 സൗദുണ്ട് ഇവിടെ. പിന്നെ വേറെയുണ്ട്, ഉഗ്രസേന മഹാരാജാവിൻ്റെ രാജധാനിയുണ്ട്, വസുദേവര ദേവകി ദേവി ഇരിക്കുന്നവരുണ്ട്. അവിടെ ഈ 16,008 എവിടെ ഇരിക്കുന്നുണ്ടെന്ന് അറിയില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഭഗവാൻ തേജസ്വിയായിട്ട് സർവജീവഗുഹാശയ എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കണമെന്നാണ്. അതുകൊണ്ട് ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ പറ്റില്ല. പോയി നോക്കൂ, സ്ഥൂലമായിട്ട് അവിടെ ഇരിക്കണത് അങ്ങക്ക് കണ്ടുപിടിക്കാൻ പറ്റിച്ചാൽ നന്നായി. അത്രയേ ഉള്ളൂ. കൃഷ്ണൻ്റെ ഗൃഹമേതെന്നു ചോദിക്കെ ചൊല്ലിനാൻ ഒരാളതൊന്നും ചൊൽകവയ്യ ആർക്കും അമ്മട്ടാണ് അംബുജേക്ഷണൻ. അതാണ് വേദാന്തം. അവിടുന്ന് ഇവിടം മുമ്പ് വന്നിട്ടില്ലായിരുന്നിടും. അങ്ങേ കണ്ടാൽ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, അങ്ങ് ഇവിടെ ഇതിൻ്റെ മുമ്പ് വന്നിട്ടില്ല എന്ന് മനസ്സിലായി. അവിടുന്ന് ഇവിടം മുമ്പ് വന്നിട്ടില്ലായിരുന്നിടും ഈക്കാൺമതൊക്കെയും കൃഷ്ണൻ വാഴും ഗേഹങ്ങൾ തന്നെയാം. ഒരു കാര്യം മനസ്സിലായിക്കോളൂ, ഇവിടെ എല്ലാ വീട്ടിലും കൃഷ്ണനുണ്ട്. ഇനി അങ്ങനെയും ആവാം. നാരദ പരീക്ഷയിൽ അങ്ങനെ ഉണ്ടായത് അല്ലേ? അതേപോലെ ഈ കാൺമതൊക്കെയും കൃഷ്ണൻ വാഴും ഗേഹങ്ങൾ തന്നെയാം. എങ്ങെങ്ങു ജൽകിലും കാണാം വാഴ്വതുണ്ടാം മഹാപ്രഭു. എങ്ങെങ്ങു ജൽകിലും കാണാം വാഴ്വതുണ്ട് മഹാപ്രഭു. അതാണ് ശരി. ഏട്ടാനിയന്മാരായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ, ഏട്ടാനുജന്മാരുടെ വ്യവഹാരത്തിൽ താല്പര്യമില്ലെങ്കിലും ഏട്ടാനിയന്മാരുടെ ഉള്ളിലും ശ്രീകൃഷ്ണൻ വാഴണു. അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപമുണ്ട്, ബ്രഹ്മനുണ്ട്. ശത്രുമിത്ര ഉദാസീന
ഭേദമില്ലാണ്ട് ഉദാസീനന്മാരിലും ശത്രുക്കളിലും മിത്രങ്ങളിലും ചൈതന്യമുണ്ട്. അവരെ നമ്മൾക്ക് അൺകണ്ടീഷണലായിട്ട് ബഹുമാനിക്കാം. അൺകണ്ടീഷണലായിട്ട് ഓരോ ജീവജാലങ്ങളിലുമുള്ള ഈശ്വരനെ നമ്മൾക്ക് പ്രത്യേകം നമസ്കരിക്കാം. എന്നെന്താ ലാഭം ചോദിച്ചാൽ അത്രയും ഈശ്വരീയ പ്രഭാവം നമ്മളിൽ ഉണ്ടാവുന്ന മാത്രമല്ല, ഏടാകൂടങ്ങൾ ചിന്തിക്കാനുള്ള സമയം നമുക്കുണ്ടാവില്ല. അപ്പം ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ്. എപ്പോഴും ഒന്നില്ലെങ്കിൽ യൂട്യൂബ്, അല്ലെങ്കിൽ ക്ലാസ്, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്യും, ഇതെന്താ അങ്ങനെ, ഇതിങ്ങനെയാണ്. അതിലൊരു രസമുണ്ട്. കാരണം നൈമിഷികമായ ലൗകിക സുഖങ്ങളിൽ മുഴുങ്ങാതെ കണ്ട് എന്താണെന്നാ പറയുക, നിതാന്തമായ അറ്റമില്ലാത്ത ആത്മീയ പാത പിന്തുടരുമ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളെ താരാട്ടാൻ സമയമില്ല നമുക്ക്. ദുഃഖങ്ങൾക്ക് ഞാൻ അവധി കൊടുത്തു. ആരാ പാടിയതറിയില്ല, ഒരു വരി ഉണ്ടങ്ങനെ. അപ്പോൾ അരികിൽ താനെഴും രത്നസൗധത്തിൽ മോളിലേക്കുടൻ, അതാണ് അകത്തു നിന്നൊരു പ്രചോദനം. അരികിൽ താനെഴും രത്നസൗധത്തിൽ മോളിലേക്കുടൻ നോക്കിനാൻ പുണ്യമേറിയിടും കൺകളാൽ അന്തണോത്തമൻ. അന്തണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാ. അന്തണോത്തമൻ, ബ്രാഹ്മണരിൽ ശ്രേഷ്ഠനായുള്ള കുചേലൻ വെറുതെ ആ രത്നസൗധത്തിനെ ഒന്നിങ്ങനെ കൺപാർത്തു, ഒന്നൊന്ന് നോക്കി, കണ്ണുകൊണ്ടൊന്ന് ഒഴിഞ്ഞു നോക്കി. ഞാൻ പുണ്യമേറിടും കൺകളാൽ അന്തണോത്തമൻ ദൈവർഭിയൊപ്പം സൗവർണ പര്യങ്കത്തിലിരിക്കുവോൻ. അപ്പോൾ എത്ര ദൂരത്തുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ, ഡിപ്രഷൻ, ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഡിപ്രഷനല്ല, ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് എന്താ എലിവേഷൻ മുകളിലേക്കും പിന്നെ അതിന് ഓപ്പോസിറ്റ് എന്നുള്ളത് എനിക്കറിയില്ല, ഓർമ്മ വരുന്നില്ല. കണ്ടു എന്നുള്ളത് ഉറപ്പാണ്. ഒരു ഒരു കട്ടിലിൻ്റെ മുകളിൽ രുക്മിണിയും ഭഗവാനും കൂടി ചൂത് കളിക്കണം, ചതുരംഗം കളിക്കണം കണ്ടു. അരികിൽ താനെഴും രത്നസൗധത്തിൽ മോളിലേക്കുടൻ നോക്കിനാൻ പുണ്യമേറിയിടും കൺകളാൽ അന്തണോത്തമൻ വൈദർഭയൊപ്പം സൗവർണ പര്യങ്കലെത്തിരിക്കുവോൻ പെട്ടെന്നു കണ്ടെണീറ്റ് അമ്പാർതിറങ്ങി നളിനേക്ഷണൻ. അപ്പോൾ ഭഗവാന് ഇത്രയും പ്രായമായിട്ടൊരു ആൾ ആരാന്നൊന്നും സംശയമില്ല. കാരണം എല്ലാം ടെലിപ്പതിയാണ്. ആര് എന്നെ എത്ര ആൾ എത്ര ദിവസം എത്ര നേരം നാമം ചൊല്ലി എന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഭഗവാൻ അറിയും, നമ്മൾക്ക് അറിയില്ല. നമ്മൾ വിചാരിക്കും എല്ലാവരോടും പറയും ഞാൻ ധ്യാനത്തിൽ ഒരു 3/4 മണിക്കൂർ ഇരിക്കും, ആനയാണ് ചേരയാണ് പൂരയാണ് ഇതൊക്കെ. പക്ഷെ ഇത് അറിയുന്ന ഒരാളുണ്ട്, ആര്? നമ്മുടെ ഹൃദയപത്മത്തിൽ വിരാജിക്കുന്ന ഒരു തേജോപുഞ്ചം. അതിങ്ങനെ എട്ടത്തടവില്ലാണ്ട് ഓരോ കോളം ഫില്ല് ചെയ്യുക. കുളിച്ചില്ലേ, പരദൂഷണം പറഞ്ഞില്ലേ, എന്താ ആഹാരം കഴിച്ചത്, സാത്വികാണോ താമസാണോ രാജസാണോ, സഹായിക്കാൻ കഴിവുണ്ടായിട്ടും ആരെ സഹായിച്ചിട്ടില്ല, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഭഗവാൻ്റെയിലാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഓരോ സമയത്ത് ഓരോ കൊട്ടിങ്ങനെ കിട്ടും മണ്ടയിൽ. അപ്പം കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ജീവിക്കാൻ അറിയണം. ഉള്ളത് വെച്ച് സാട്ടുപൂട്ട് തഞ്ചാവൂർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അടിച്ചു പൊളിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, പെട്ടെന്ന് കണ്ടെണീറ്റമ്പാർന്നിറങ്ങി നളിനേക്ഷണൻ കെട്ടിപ്പിടിച്ചാൻ തൃക്കൈകൾ കൊണ്ടു തൻ്റെ സഖാവിനെ. സഖാവ്, ഭഗവാന്റെ സഖാവ്, ഭഗവാന്റെ അഡ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതൊക്കെ സഖാവിനുണ്ടാവണ്ടേ. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? ഒരാളെ സഖാവ് എന്ന് പറയുമ്പോൾ ആ ആൾക്കൊരു ഒരു ഗമുണ്ടല്ലോ. ആ പാരാമീറ്റേഴ്സൊക്കെ
ഇയാൾക്കുണ്ടാവണം. അതുണ്ടെന്നാ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വരീയത എത്രമാത്രം കുചേലനുണ്ട് എന്നുള്ളത് എന്നെക്കാട്ടിലും നിങ്ങളെക്കാട്ടിലും കൂടുതൽ അറിയാം ആർക്കാ? ഭഗവാനാണ് അറിയാം. അതുണ്ട്. പിന്നെന്താ വേണ്ടത്? അപ്പോൾ എത്രയോ കാലമായി കാണുവാൻ കൊതിപ്പൊരു സതീർത്ഥനെ ആനന്ദാശ്രുക്കൾ നീലാരവിന്ദാക്ഷികളിൽ നിന്നുടൻ. ഭഗവാന്റെ കണ്ണിൽ നിന്ന് ആനന്ദാനുഭൂതി അശ്രുകണങ്ങളായി മാറണമെന്നുണ്ടെങ്കിൽ കുചേലൻ്റെ കയ്യിൽ ഭക്തി എത്ര ഉണ്ടായിരിക്കണം? കുചേലൻ്റെ മനസ്സിൽ ഭക്തി എത്ര ഉണ്ടായിരിക്കണം? എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിക്കുക, എനിക്ക് ഭക്തി വേണം, എനിക്ക് ഭക്തി വേണം. എവിടെ നിന്ന് കിട്ടുക? ഭഗവാൻ പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റിൽ എത്ര ആൾ ജീവിക്കുന്നുണ്ട്? നിഷ്കാമകർമ്മം ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ഇതാണ്. അപ്പോൾ ഇതറിയുന്ന ഒരാളാണ് ഭഗവാൻ. അതുകൊണ്ട് ആനന്ദാശ്രുക്കൾ നീലാരവിന്ദാക്ഷികളിൽ നിന്നുടൻ കിനിഞ്ഞുറ്റി കുചേലൻ്റെ കോൾമയിർ കൊണ്ട മേനിയിൽ. അപ്പോൾ കെട്ടിപ്പിടിച്ച ശ്രീകൃഷ്ണൻ്റെ ആനന്ദാശ്രുക്കൾ എവിടെ വീണത്? കുചേലൻ്റെ ശരീരത്തിൽ. അപ്പം പിന്നെ എന്താ സംഭവിച്ചത്? കിനിഞ്ഞ് ഉറ്റി കുചേലൻ്റെ കോൾമയിർ കൊണ്ട മേനിയിൽ. കുചേലൻ ആനന്ദഭരിതനായിട്ട് പുളകം കൊണ്ട് വരച്ചും കൊണ്ട് നിൽക്കുമ്പോഴാണ് ഭഗവാന്റെ ആനന്ദ കണ്ണീര്. ഭഗവാൻ ഭക്തനെ കൂട്ടിക്കൊണ്ടു ചെന്നാൻ പൊടുന്നനെ. പെട്ടെന്ന് അദ്ദേഹത്തിനെ പിടിച്ചു കൊണ്ട് നടന്നു. എന്നിട്ടോ പൊൻകോണിപ്പടികൾ കൂടി ഉരുമ്മി ഇരുപേர்களுം. അതാണ് ഈ കോണിപ്പടിയൊക്കെ ഇല്ലേ, ഒരു 3 അടി 3.5 അടി വീതി ഉണ്ടാവുക. അപ്പോൾ രണ്ടാൾ കുറച്ച് തടിയും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ പറയും വേണ്ട. അപ്പോൾ ഇതിവിടെ കുചേലൻ തടിയില്ലാത്ത ഒരാളാണ്. എന്നാലും ഭഗവാന്റെ ആകാര ഭംഗി വർണ്ണിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു 1.5 ആളാണ് അദ്ദേഹം. അപ്പോൾ ഭഗവാനും കൂടി ഒരു കോണിപ്പടിയിൽ ഒരു കാല് വെച്ചാൽ കുചേലൻ ആ പടിയിലേക്ക് കാലെടുത്ത് വെച്ചാലേ ഭഗവാൻ അടുത്ത കാല് വയ്ക്കുള്ളൂ. കാരണം എന്താ? സഖാവിനോട് ഒട്ടിക്കൊണ്ടിരിക്കണം. അല്ലാണ്ട് കൈ പിടിച്ച് ഭഗവാൻ മേലെ ഓരോ പടികളായിട്ട് കയറിയാൽ അതിലെ ശരീരങ്ങൾ തമ്മിൽ മുട്ടാൻ ഒരുമാനുള്ള സമയമില്ല. നിങ്ങൾ ആ വാക്കുകളുടെ ഒരു ഭംഗി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതറിയണമെങ്കിൽ വീട്ടിലുള്ളവരായിട്ട് രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ കോണി കയറണം. അപ്പം അറിയാം എന്താണ് സ്ഥിതി എന്നുള്ളത്. ഇനി ബൈ ചാൻസ് നമ്മൾ ഒറ്റയാണെന്ന് വിചാരിക്കുക, അങ്ങനെ ആവാലോ. എന്നല്ലെങ്കിൽ ഐദർ സ്പോസ് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുക, ഇതിൽ കൃഷ്ണനുണ്ട് എന്ന് വിചാരിക്കുക. അല്ലാണ്ട് മരിച്ചുപോയ ആളുണ്ടെന്ന് വിചാരിക്കണ്ട, അതിൽ കാര്യമില്ല. കെട്ടിപ്പിടിച്ച് ഭഗവാനെ ഒരു കൈ കൊണ്ട് അള്ളിപ്പിടിച്ച് ഭഗവാൻ എൻ്റെ ശരീരത്തിൽ ഒരുമ്മി നടക്കണം എന്ന് നമുക്ക് ഭാവിച്ചുകൂടെ? എന്തിനാ മരിച്ചുപോയ ആളെ എന്തിനാ കൊണ്ടുവരുന്നത്? പാവം, എനിക്കത് മനസ്സിലാവണില്ല. ഐ ആം സോ കൺഫ്യൂസ്ഡ്. ഏതാ ശരി വെച്ചാൽ ഭഗവാനെ കെട്ടിപ്പിടിച്ച് കയറുക നല്ലത്, മറ്റത് വിഷമാവും. അപ്പോൾ ഭഗവാൻ ഭക്തനെ കൂട്ടിക്കൊണ്ടു ചെന്നാൻ പൊടുന്നനെ പൊൻകോണിപ്പടവിൽ കൂടി ഉരുമ്മി ഇരുപേറുകളും വിളങ്ങി വരും ആ കാഴ്ച നോക്കി നിന്നാൾ വിദർഭത. എന്നെ കൂടി ഇദ്ദേഹം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കോണി കയറ്റിയിട്ടില്ല. ഇത് കണ്ടാൽ അഴുക്ക് വസ്ത്രം എല്ലിച്ച് ശോഷിച്ച് ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്തു ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഭഗവാനാൽ ആലിംഗനം ചെയ്യപ്പെട്ട് ഓരോ പടികളായിട്ട് ഇങ്ങനെ ഒരുമ്മി കയറി വരാൻ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ മൂലം ഭാഗവതത്തിലും കിളിപ്പാട്ട് ഭാഗവതത്തിലും കരുനാഗപ്പള്ളി എന്താ പറയുക, മുഴങ്ങോട്ടുവിള കൃഷ്ണപ്പിള്ളയുടെ ഭാഗവതത്തിലും സുബ്രഹ്മണ്യൻ തിരുമുവിൻ്റെ ഭാഗവതത്തിലും ഇതൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോൾ ഇതൊരു പുത്തിരിയല്ല. അതായത് ഭഗവാനായിട്ട് കുചേലൻ ഒരുമി എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെന്താ? ഇതാണ് ജീവിതത്തിൽ എന്താ അനുഭവിക്കണം.
അത് നമുക്ക് ഓപ്ഷനുണ്ട്. പക്ഷെ നമ്മൾ ആ ഓപ്ഷൻ വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ആ ഓപ്ഷൻ നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി, പിന്നെ സ്കൈ ഈസ് ദ ലിമിറ്റ്. അപ്പോൾ വിളങ്ങി വരും അക്കാഴ്ച നോക്കി നിന്നാൽ വിദർഭജ രുക്മിണി മണി മഞ്ചത്തിലിരുപ്പാനരുളിയിടിലും മഞ്ചത്തിലിരുപ്പാനരുളിയിടിലും തൊഴുതും കൊണ്ടു ചോട്ടിൽ താൻ നിൽക്കും ചങ്ങാതിയെ സ്വയം. ഇരിക്കൂ കൃഷ്ണ, ആ കട്ടിലേക്ക് കയറിയിരിക്കൂ, ഞാൻ ഇവിടെ താഴ്ത്തിരുന്നോളാം. അതാണ് അദ്ദേഹത്തിൻ്റെ ഭവ്യത. അപ്പോൾ തൊഴുതും കൊണ്ട് ചോട്ടിൽ താൻ നിൽക്കും ചങ്ങാതിയെ സ്വയം അമ്പാർന്നിരുത്തി വിശേഷൻ ഭക്തനെ പ്രേമപൂർവകം. ഭഗവാൻ തൻ്റെ ഇരുപത്മങ്ങളെ 16,108 16,008 എനിക്കറിയില്ല, അത്രയും വധുക്കളേനെ ആലിംഗനപരവശരാക്കി കട്ടിലേക്ക് എടുത്തു വച്ചിട്ടുള്ള ആ മഹാനുഭാവൻ ശോഷിച്ച ശരീരത്തോടു കൂടിയിട്ടുള്ള കുചേലനെ ഒന്നുകൂടി പുളകം കൊള്ളിപ്പിക്കുമാറ് എടുത്ത് അങ്ങോട്ട് കയറ്റി വയ്ക്കുകയാണ്. രുക്മിണിയും താനും ഇരുന്നിരുന്ന കട്ടിലേക്ക്. ശ്രദ്ധിച്ച്, അതാണ് ഈ സഖാവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? തൊഴുതും കൊണ്ടു ചോട്ടിൽ താൻ നിൽക്കും ചങ്ങാതിയെ സ്വയം അമ്പാർന്നിരുത്തി വിശേഷൻ ഭക്തനെ പ്രേമപൂർവകം പാദങ്ങൾ മെല്ലെ കഴുകിച്ച് അത്യന്താദരവായ്പൊടും. ഇവിടെ ദുർവാസാവ് മഹർഷിയോ അല്ലെങ്കിൽ സാക്ഷാൽ വ്യാസനോ പരാശരനോ അതുമല്ല, ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, സാക്ഷാൽ ദേവന്മാരുടെ ഗുരു ബൃഹസ്പതിയോ ഒന്നല്ല വന്നത്, കുചേലനാണ് വന്നത്. പക്ഷെ ആ കുചേലൻ ആരാ? ഭക്തോക്ത ഹംസം. അതുകൊണ്ട് അതോ അന്തണ ശ്രേഷ്ഠൻ, ബ്രാഹ്മണരിൽ വെച്ച് ശ്രേഷ്ഠൻ, ബ്രാഹ്മണ്യമുള്ളവരിൽ വെച്ച് ശ്രേഷ്ഠൻ. പാദങ്ങൾ മെല്ലെ കഴുകിച്ച് അത്യന്താദരവായ്പൊടും തീർത്ഥം തളിച്ചു മൂർധാവിൽ ഏവർക്കും അഖിലേശ്വരൻ. ഭഗവാൻ ആ തീർത്ഥം എടുത്തിട്ട് തൻ്റെ മൂർധാവിൽ തളിച്ചു എന്നല്ല, അത് തളിച്ചതിൻ്റെ ശേഷം അവിടെ കൂടിയിട്ടുള്ള സജ്ജനങ്ങൾ അവരൊക്കെ മൂർധാവിൽ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ പാദം കഴുകിയ ഗംഗാജലം, അത് സത്യത്തിൽ ബ്രഹ്മാവ് വാമനമൂർത്തി വലുതായിട്ട് സത്യലോകത്തേക്ക് എത്തിയപ്പോൾ തൻ്റെ കമണ്ഡൽ കൊണ്ട് പാദപ്രക്ഷാളനം ചെയ്ത ആകാശഗംഗയാണോ വലുത്, അതോ ഭഗവാൻ കുചേലൻ്റെ കാല് കഴുകിയിട്ടുള്ള തീർത്ഥമാണോ വലുത്? അത് ഇന്നേ വരെ ആരും കമ്പയർ ചെയ്തിട്ടില്ല, സാധിക്കില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള തീർത്ഥത്തിനെ ഭഗവാൻ എല്ലാവരുടെ ശിരസിലും ഭക്ത്യാദരവപൂർവം തളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു ആവട്ടെ നമ്മളുടെ പ്രാർത്ഥന എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം, നാളെ കാണാം.